കന്യാകുമാരിയിലെ ആ പഴയ കൊച്ചു ചെറുക്കന്റെ മനസ്സിൽ മേജർ സുധാകരൻ സാഹബ് കൊളുത്തി വെച്ചൊരു തീപ്പൊരി ഉണ്ടായിരുന്നു. രാജ്യസ്നേഹത്തിന്റെ തീപ്പൊരി. 2002 ജൂൺ 23 ഒന്നും അറിയാതെ ഈ മദ്രാസ് സെന്ററിലേക്ക് നടന്നു കയറിയതാണ് ഞാൻ. 9 മാസത്തെ കഠിനമായ ട്രെയിനിങ് എന്നെ വെറുമൊരു മനുഷ്യനിൽ നിന്ന് ദൃഢതയുള്ള ഒരു പോരാളിയാക്കി മാറ്റി. അതിനുശേഷം ആസാമിലെ തീവ്രവാദികളും കോബ്രകളും നിറഞ്ഞ കാടുകൾ, വെസ്റ്റ് ബംഗാൾ, ഭൂട്ടാൻ, ഉറി സെക്ടർ, ഒടുവിൽ -ഡിഗ്രി തണുപ്പിൽ ചോര മരവിക്കുന്ന കാർഗിലിലെ ത്രാസ് സെക്ടർ. മരണത്തെ മുഖാമുഖം കണ്ട ആ ഹിമശിഖരങ്ങളിൽ നെഞ്ചിലെ രാജ്യസ്നേഹത്തിന്റെ ചൂടിലാണ് ഞങ്ങൾ കാവൽ നിന്നത്. രാജ്യത്തിന്റെ അതിർത്തികൾ കാത്ത ആ ആവേശം എന്നെ എത്തിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ UN മിഷന്റെ ആഗോളവേദിയിലാണ്. ലോകസമാധാനത്തിന് വേണ്ടിയുള്ള ആ അന്താരാഷ്ട്ര ദൗത്യത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത് എന്റെ സൈനിക ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇന്ന് 2026 ജൂൺ 30 ഇന്ന് ഈ മദ്രാസ് റെജിമെന്റ് സെന്ററിന്റെ മണ്ണിൽ വെച്ച് ഞാൻ എന്റെ യൂണിഫോമിനോട് വിട പറയും. ഒരു സാധാരണക്കാരനായി വന്നു ഈ രാജ്യവും ലോകവും കണ്ട യഥാർത്ഥ സൈനികനായി ഈ മദ്രാസ് റെജിമെന്റ് സെന്ററിന്റെ മണ്ണിൽ നിന്നും ഞാൻ പടിയിറങ്ങുമ്പോൾ മനസ്സ് നിറഞ്ഞ സംതൃപ്തി മാത്രം. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും അവിടെ നിന്ന് UN മിഷൻ വരെയും എന്നെ നയിച്ച് എന്റെ ദൈവത്തിനോടും മറ്റും എന്റെ എല്ലാ കാര്യത്തിനും മോട്ടിവേഷനായി നിന്ന് ജനറൽ രഞ്ജിത് സിംഗ് സാബിനോടും മറ്റും എക്സ്-ആർമി രാമചന്ദ്രൻ, രവീന്ദ്രൻ എന്നിവരോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. രാജ്യം കാത്ത സംതൃപ്തിയോടെ ഞാൻ നെഞ്ചുവിരിച്ചു പറയുന്നു, വീര മദ്രാസി, അടിക്കോൾ, അടിക്കോൾ, അടിക്കോൾ.